ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് PSC. അങ്ങനെ ഇനി ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്നൊരു സമയമാണ്. ഡിഗ്രിയുടെ പ്രിലിംസ് ഉണ്ട്, +2 പ്രിലിംസ് ഉണ്ട്, പിന്നെ സെയിൽസ്മാൻ ഉണ്ട്. സെയിൽസ്മാൻ അറിയാം, പ്രിലിംസ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഇംഗ്ലീഷിന് 10 മാർക്കുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കില്ല. ഇതുവരെ പഠിച്ചു തുടങ്ങാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ ഈ ക്ലാസ്സിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിൽ നിന്നും എല്ലാം സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മാത്രം കണ്ടെത്തിയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം PSC റിപ്പീറ്റ് അടിച്ചേ ചോദിക്കാറുള്ളൂ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ മാത്രം എങ്കിലും പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർഡ്സ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം കളക്റ്റീവ് നൗണിൻ്റെ ക്ലാസ് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കാണണം. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ PYQ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ക്ലാസ് കാണുക. നിങ്ങൾക്ക് അറിയത്തില്ലാത്തതാണെന്നുണ്ടെങ്കിൽ എഴുതി വെക്കുക. അല്ലെങ്കിൽ അത്രയും വേർഡ്സ്, കുറച്ച് വാക്കുകളല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എഴുതി വെച്ച് പഠിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അത്രയും വാക്കുകളൊന്ന് നോട്ടിൽ എഴുതി വെക്കുക, പഠിക്കുക. പിന്നെ ആ ഒരു ടോപ്പിക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത് സിംഗുലർ പ്ലൂറലാണ്. അതിൻ്റെ അകത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, നമ്മൾ ഒരുപാട് എടുക്കുന്നില്ല, ആവശ്യമുള്ള വാക്കുകൾ മാത്രം കണ്ടെത്തി അതിൻ്റെ സിംഗുലറും പ്ലൂറലുമാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു തോന്നിയാൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ഓക്കെ, ആദ്യത്തേതാണ് അക്വേറിയം. അക്വേറിയത്തിൻ്റെ പ്ലൂറലാണ് അക്വേറിയ. അപ്പോൾ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. UM, അക്വേറിയം എന്ന് പറയുമ്പോൾ UMലാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ UMൽ അവസാനിക്കുന്നതിൻ്റെ എല്ലാം പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് Aയിലായിരിക്കും അവസാനിക്കുന്നത്. ഓർത്തോണം, UM എന്ന സിംഗുലർ വേർഡിൽ UMൽ അവസാനിക്കുന്ന എല്ലാ വാക്കുകളുടെയും പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് Aയിലായിരിക്കും അവസാനിക്കുന്നത്. അക്വേറിയം UMലാണ്, അതിൻ്റെ പ്ലൂറൽ വരുമ്പോഴത്തേക്കും അക്വേറിയ. സ്റ്റേഡിയം UMലാണ് അവസാനിക്കുന്നത്, സ്റ്റേഡിയ. കോറിജണ്ടം, കോറിജണ്ട. കരിക്കുലം, കരിക്കുല. UMലാണ് അവസാനിക്കുമ്പം LA. ഇക്ലിബ്രിയം, ഇക്ലിബ്രിയ. ഡേറ്റം, അപ്പോൾ ഈ ഡേറ്റത്തിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണം. ഡേറ്റത്തിന് 2 സിംഗുലർ ഫോം ഉണ്ട്. ഡേറ്റം എന്നും പറയും, ഡേറ്റംസ് എന്നും പറയും. UMS, ഡേറ്റം, ഡേറ്റംസ്. അതിൻ്റെ രണ്ടിൻ്റെയും പ്ലൂറൽ ഫോമാണ് ഡേറ്റ. അപ്പോൾ പ്ലൂറൽ ഫോമാണ് ഡേറ്റ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. പിന്നെ അജണ്ടം, അജണ്ടം, അജണ്ട, അജണ്ടം, അജണ്ട. മീഡിയം, മീഡിയത്തിനും 2 സിംഗുലർ വേർഡ്സ് ഉണ്ട്. മീഡിയം എന്നും പറയും, മീഡിയംസ്. മീഡിയം എന്നോ മീഡിയംസ്, S കാണുമ്പം നമുക്ക് ഡൗട്ട് തോന്നും പ്ലൂറൽ ഫോം ആയിരിക്കും എന്ന് വിചാരിക്കും. അല്ല. അപ്പോൾ ഈ 2 കാര്യം ഒരു എക്സെപ്ഷണൽ കേസാണ്. ഡേറ്റം, ഡേറ്റംസ് എന്ന് പറഞ്ഞാലും സിംഗുലർ ആണ്. മീഡിയം, മീഡിയംസ് എന്ന് പറഞ്ഞാലും സിംഗുലർ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്ലൂറൽ ഫോംസ് ഏതാണ്? ഡേറ്റം, ഡേറ്റംസത്തിൻ്റെ ഡേറ്റായും മീഡിയം, മീഡിയംസത്തിൻ്റെ മീഡിയ, മീഡിയ. മെമ്മൊറാണ്ടം, മെമ്മൊറാണ്ടത്തിൻ്റെ മെമ്മൊറാണ്ട, മെമ്മൊറാണ്ടം, മെമ്മൊറാണ്ട. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ പറയാം. അപ്പോൾ നിങ്ങൾ ഓർത്തോണം, UMൽ അവസാനിക്കുന്ന എല്ലാ വേർഡ്സിൻ്റെയും പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് Aയിലായിരിക്കും അവസാനിക്കുന്നത്. പിന്നെ നമ്മളൊരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞ് ഡേറ്റത്തിന് ഡേറ്റംസ് എന്നും സിംഗുലർ ഫോം, അത് സിംഗുലർ ആണെന്ന് ഓർത്തോണം. S വന്നുകൊണ്ട് പ്ലൂറലാണെന്ന് ചിന്തിക്കരുത്. ഡേറ്റം, ഡേറ്റംസ് എന്ന് പറയുന്നത് സിംഗുലർ ഫോമാണ്. മീഡിയം, മീഡിയംസ് എന്ന് പറയുന്നതും സിംഗുലർ ഫോമാണ്. അതിൻ്റെ പ്ലൂറൽ ഫോമാണ് മീഡിയ എന്ന് പറയുന്നതും ഡേറ്റംസ് എന്നും പറയുന്നത്. ഓക്കെ, അക്വേറിയം, അക്വേറിയ. സ്റ്റേഡിയം, സ്റ്റേഡിയ. കോറിജണ്ടം, കോറിജണ്ട. കരിക്കുലം, കരിക്കുല. ഇക്ലിബ്രിയം, ഇക്ലിബ്രിയ. ഡേറ്റം, ഡേറ്റംസ്. അതിൻ്റെ പ്ലൂറൽ ഫോം ഡേറ്റ. മീഡിയം, മീഡിയംസ്, മീഡിയ. അജണ്ടം, അജണ്ട. മെമ്മൊറാണ്ടം, മെമ്മൊറാണ്ട. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം. അലുമിനസ്, അലുമിനസ്, അലുമിനി. അലുമിനസിൻ്റെ പ്ലൂറൽ ഫോമാണ് അലുമിനി. അപ്പോൾ അതിൻ്റെ എന്നാ പ്രത്യേകത? USൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ എല്ലാം പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് I ആയിരിക്കും, Iയിലായിരിക്കും അവസാനിക്കുന്നത്. അലുമിനസ്, അലുമിനി. ബാസില്ലസ് USലാണ് അവസാനിച്ചത്, ബാസിലി. Iയിലായിരിക്കും അവസാനിക്കുന്നത്. ഫോക്കസ്, ഫോസി. ന്യൂക്ലിയസ്, ന്യൂക്ലി. റേഡിയസ്, റേഡി. റേഡിയസ്, റേഡി. അപ്പോൾ ഇച്ചിരി വ്യത്യാസം വരുന്നത്. റേഡിയസ് എന്ന് പറയുമ്പം US വരും, റേഡി എന്ന് പറയുമ്പോഴത്തേക്കും I വരും. സിലബസ്, സിലബി. സിലബസ്, സിലബി. ഇവിടെ ഒരു എക്സെപ്ഷൻ വരുന്നൊരു കേസ് ജീനസ്. ജീനസ് എന്ന് പറയുമ്പം ജനീറ എന്നാണ് അതിൻ്റെ പ്ലൂറൽ ഫോം. ജീനസ് USലാണ് അവസാനിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ജനീറ, ജനീറ എന്നാന്നുള്ളൊരു കാര്യം നിങ്ങൾ ഓർത്തോണം. ജീനസ്, ജനീറ. അപ്പോൾ ഇത്രയും പറഞ്ഞൊന്ന് നോക്കാം. അലുമിനസ്, അലുമിനി. ബാസിലസ്, ബാസിലി. ഫോക്കസ്, ഫോസി. ന്യൂക്ലിയസ്, ന്യൂക്ലി. റേഡിയസ്, റേഡി. സിലബസ്, സിലബി. ജീനസ്, ജനീറ, ജീനസ്, ജനീറ. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷൻ നോക്കാം. ആക്സിസ്, ആക്സിസ്, ആക്സസ്.
ആക്സിസ്, ആക്സസ്. ISലാണ് അവസാനിക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ISൽ അവസാനിക്കുന്ന വേർഡ്സിൻ്റെ പ്ലൂറൽ ഫോം എന്ന് പറയുന്നത് ESലായിരിക്കും അവസാനിക്കുന്നത്. ആക്സിസ്, ആക്സസ്. അനലൈസിസ്, അനലൈസസ്. അനലൈസിസ്, അനലൈസസ്. ISൽ ESൽ അവസാനിക്കുന്നു. IS സിംഗുലർ, ES പ്ലൂറൽ. ബേസിസ്, ബേസസ്. ബേസിസ്, ബേസസ്. ക്രൈസിസ്, ക്രൈസസ്. ക്രൈസിസ്, ക്രൈസസ്. ഓസിസ്, ഓസസ്. ഓസിസ്, ഓസസ്. അപ്പോൾ ഇത്രയും വേർഡ്സേ ഉള്ളൂ. നമുക്ക് PSC എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന് മാത്രം നമ്മൾ തിരഞ്ഞെടുത്ത് പറഞ്ഞു. അപ്പോൾ ഈ ഒരു കാര്യം ഏത് വരുമ്പം ഏത് ചേഞ്ച് ആവും, എക്സെപ്ഷണൽ കേസുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. UM വരുമ്പോൾ A ആകും, US വരുമ്പോൾ I ആവും, IS വരുമ്പം ES ആവും. അതിൻ്റെ അകത്ത് ചില എക്സെപ്ഷൻ കാര്യം പറഞ്ഞത് മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. ബാക്കി ഇത്രയും പഠിച്ചാൽ മതി. ഏതിലേക്കാണ് ചേഞ്ച് ആയിട്ട് മാറുന്നത്. സിംഗുലർ ഏതാണ്, UM സിംഗുലർ ആണെങ്കിൽ അതിൻ്റെ പ്ലൂറൽ വരുമ്പോഴത്തേക്ക് Aയിലായിരിക്കും അവസാനിക്കുന്നത്. അങ്ങനെ ഓർക്കുക. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. ആക്സിസ്, ആക്സസ്. അനലൈസിസ്, അനലൈസസ്. ബേസിസ്, ബേസസ്. ക്രൈസിസ്, ക്രൈസസ്. ഓസിസ്, ഓസസ്. ഓക്കെ, ഇനി അടുത്തൊരു സെക്ഷനാണ് ലാർവ. ലാർവ, ലാർവേ. Aയിലാണ് അവസാനിക്കുന്നത്. Aയിൽ അവസാനിക്കുന്ന സിംഗുലർ വേർഡിൻ്റെ പ്ലൂറൽ വരുമ്പോഴത്തേക്കും AE ആയിട്ട് മാറുന്നു. AE. ലാർവ, ലാർവേ. പ്യൂപ്പ, പ്യൂപ്പേ. പ്യൂപ്പ, പ്യൂപ്പേ. ആൾഗ, ആൾഗേ. ആൾഗ, ആൾഗെ. ആൻറ്റീന, ആൻറ്റിനെ. ആൻറ്റീന, ആൻറ്റിനെ. അപ്പോൾ A വരുന്നു, AE ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എവിടെ സിംഗുലർ ഫോം പ്ലൂറലായിട്ട് മാറുമ്പം A എന്നുള്ളത് AEയിലായിട്ട് വേർഡ്സിൻ്റെ അവസാനത്തെ മാറുന്നു. ഓക്കെ, ലാർവ, ലാർവേ. പ്യൂപ്പ, പ്യൂപ്പേ. ആൾഗ, ആൾഗെ. ആൻറ്റീന, ആൻറ്റിനെ. ഇനി അടുത്തത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില സിംഗുലറും പ്ലൂറൽ വേർഡ്സും ആണ് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ലൈഫ്, ലൈഫ്, ലൈഫ്സ്. ലൈഫ്, ലൈഫ്സ്. ലൈഫിൻ്റെ FEയിൽ അവസാനിക്കുന്നു, പക്ഷേ ലൈഫ്സ് എന്ന് പറയുമ്പോഴത്തേക്കും VES ആണ്. വൈഫ്, വൈഫ്സ്. വൈഫ്, വൈഫ്സ്. നൈഫ്, നൈഫ്സ്. നൈഫ്, നൈഫ്സ്. FEയിൽ അവസാനിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. അതിൻ്റെ എങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത്? VES. ലൈഫ്, ലൈഫ്സ്. വൈഫ്, വൈഫ്സ്. നൈഫ്, നൈഫ്സ്. ഇനി ബിലീഫ്, ബിലീഫ്, ബിലീവ്സ്. ബിലീഫ്, ബിലീവ്സ്. ചീഫ്, ചീഫ്സ്. അവിടെ എന്നാ വ്യത്യാസം വന്നേ? F ആണ് അവസാനിക്കുന്നത്, ഒരു S എക്സ്ട്രാ വരുന്നതേ ഉള്ളൂ. ബിലീഫ്, ബിലീവ്സ്. ചീഫ്, ചീഫ്സ്. ഡൈനാമോ, ഡൈനാമോ, ഡൈനാമോസ്. ഡൈനാമോ, ഡൈനാമോസ്. പക്ഷെ ഹീറോ വരുമ്പോഴോ? ഹീറോസ്. ഒരു ES വരുന്നുണ്ട്. ഹീറോ, ഹീറോസ്. ഇതെല്ലാം അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാം. ഹീറോ, ഹീറോസ്. കീ, കീസ്. കീ, കീസ്. സിറ്റി, സിറ്റീസ്. സിറ്റി, സിറ്റീസ്. ലൗസ്, ലൈസ്. ലൗസ്, ലൈസ്. മൗസ്, മൈസ്. മൗസ്, മൈസ്. തിസീസ്, തീസസ്. തീസീസ്, തീസസ്. സ്റ്റോറി, സ്റ്റോറീസ്. സ്റ്റോറി, സ്റ്റോറീസ്. അപ്പോൾ ഈ സ്റ്റോറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടുത്തൊരു സ്റ്റോറി, സ്റ്റോറി. ഇപ്പോൾ പറഞ്ഞ സ്റ്റോറി STORY. അതിൻ്റെ പ്ലൂറൽ വരുമ്പോഴത്തേക്കും STORIES. ഇനി അടുത്തത് സ്റ്റോറി, STOREY. ആ സ്റ്റോറിയുടെ അർത്ഥം എന്നാ? നിലകളല്ലേ? 1 സ്റ്റോറിയുടെ ബിൽഡിംഗ് എന്നൊക്കെ പറയുന്നല്ലോ, ഒരു നില കെട്ടിടം എന്നൊക്കെ പറയുന്നത് സ്റ്റോറി. അതിൻ്റെ വരുമ്പോഴത്തേക്കും പ്ലൂറൽ സ്റ്റോറീസ്, STOREYS. ഓർത്തോണം. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ലൈഫ്, ലൈഫ്സ്. വൈഫ്, വൈഫ്സ്. നൈഫ്, നൈഫ്സ്. ബിലീഫ്, ബിലീവ്സ്. ചീഫ്, ചീഫ്സ്. ഡൈനാമോ, ഡൈനാമോസ്. ഹീറോ, ഹീറോസ്. കീ, കീസ്. സിറ്റി, സിറ്റീസ്. ലൗസ്, ലൈസ്. മൗസ്, മൈസ്. തിസിസ്, തീസസ്. സ്റ്റോറി, സ്റ്റോറീസ്. സ്റ്റോറേ, സ്റ്റോറേസ്. ഓക്കെ, നമ്മൾ ഇത്തരത്തിൽ ഇംഗ്ലീഷിൻ്റെ മലയാളത്തിൻ്റെ എല്ലാ ടോപ്പിക്കും കവർ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് പഠിച്ചുകൊണ്ടിരിക്കാനായിട്ട് PSCയെ സംബന്ധിച്ച് അങ്ങനെ പഠിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാം. പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്. എന്നാൽ നമുക്ക് PSCയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കിയാൽ എങ്ങനെ പെട്ടെന്ന് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും, അതിനുവേണ്ടിയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നമ്മൾ PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുള്ളതും ആദ്യം തിരഞ്ഞെടുത്ത് പഠിക്കുക. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ സിംഗുലർ പ്ലൂറൽ എടുത്ത് ഇത്രയും ഈ ഒറ്റ വീഡിയോയിൽ ഈ ഒരൊറ്റ പാർട്ടേ ഉള്ളൂ. അപ്പം നമുക്കറിയാം ആ ടോപ്പിക്കിൻ്റെ അകത്ത് തന്നെ സിലബസിൻ്റെ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് 3 കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് 1 മാർക്കേ ചോദിക്കുള്ളൂ. അപ്പം നമ്മൾ ആ മാർക്കും കൂടെ അനുസരിച്ച് വേണം പഠിക്കാനായിട്ട്. 1 മാർക്കേ ചോദിക്കുള്ളൂ. അപ്പം നമുക്ക് ആവശ്യമുള്ള അത്രയും കാര്യങ്ങൾ ഈ ഒറ്റ വീഡിയോയിലുണ്ട്. ഈ ഒരൊറ്റ വീഡിയോ സിംഗുലർ ആൻഡ് പ്ലൂറൽ വേർഡ്സിൽ നിന്ന് ഈ ഒരു വീഡിയോ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇത്രയും വാക്കുകൾ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ചേഞ്ച് വരുന്ന ഏതൊക്കെയാണെന്ന് നോക്കുക. അവസാനം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്, കുറേ വാക്കുകളില്ലേ, ആ വാക്കുകൾ നിങ്ങൾ കാണാതെ ഇതാണെന്നുള്ളത് കാര്യം നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. ഇത്രയും കാര്യമല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു നോട്ടിൽ
തന്നെ എഴുതി വെച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് പിന്നീടുള്ള എക്സാമുകൾക്കാണ്, ഇപ്പം നിങ്ങൾ ഏതിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാം കഴിഞ്ഞിട്ടുള്ള എക്സാമിനാണെങ്കിലും ഇംഗ്ലീഷ് ചോദിക്കും. ഇതേ സിലബസ് തന്നെ ആയിരിക്കും. സിലബസ് ചേഞ്ച് ആയാൽ പോലും ഈ ടോപ്പിക്കൊന്നും മാറാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾ ഒരു ബുക്കിൽ എഴുതി വെച്ച് പഠിക്കുകയാണെങ്കിൽ അത്രയും ഗുണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ടൂടെ രേഖപ്പെടുത്താം. പിന്നെ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്